ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുരിശടയാളം ചെറുത്. കുരിശ് വരയ്ക്കുമ്പോഴും വഹിക്കുമ്പോഴും അതിൻ്റെ അർത്ഥം പൂർണ്ണമായി മനസ്സിലാക്കി ചൊല്ലുമ്പോഴാണ് നാം അനുഗ്രഹം പ്രാപിക്കുന്നത്. നാം എല്ലാവരും അനുദിനം കുരിശ് വരയ്ക്കുന്നവരാണ്. എന്നാൽ നാം അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാറില്ല. ഇന്ന് നമുക്ക് കുരിശടയാള രീതിയെയും അതിൻ്റെ അർത്ഥതലങ്ങളെയും കുറിച്ച് ധ്യാനിക്കാം. കുരിശ് വരയ്ക്കുന്നതിനായി പ്രധാനമായും 3 കാര്യങ്ങളാണ് ഉള്ളത്. 1. വിരലുകൾ വയ്ക്കുന്ന രീതി. 2. ചൊല്ലുന്ന പ്രാർത്ഥന. 3. കൈ ചലിക്കുന്ന വഴി. വലതു കൈയാണ് കുരിശ് വരയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്നത്. 5 വിരലുകളും തുറന്നു വയ്ക്കുന്നത് കർത്താവായ ഈശോ മിശിഹായുടെ ശരീരത്തിൽ ഏറ്റ പഞ്ചക്ഷതങ്ങളെ സൂചിപ്പിക്കുന്നു. തുറന്ന വിരലുകളുള്ള വലതു കൈ പിതാവിൻ്റെ എന്ന് ചൊല്ലി നെറ്റിയിൽ സ്പർശിക്കുന്നു. പിതാവായ ദൈവം സ്വർഗത്തിൽ വസിക്കുന്നു എന്നിതിൽ നിന്ന് അർത്ഥമാക്കുന്നു. അതിനുശേഷം പുത്രൻ്റെയും എന്ന് ചൊല്ലി നെഞ്ചിൽ കൈവയ്ക്കുന്നു. പിതാവായ ദൈവം വചനമായ പുത്രൻ തമ്പുരാനെ ഭൂമിയിലേക്ക് അയച്ചു എന്നതിൽ നിന്ന് വ്യക്തമാകുന്നു. പിന്നീട് ഇടത്തെ തോളിൽ നിന്ന് വലത്തെ തോളിലേക്കും കൈ ചലിപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെയും എന്ന് ചൊല്ലുന്നു. ഇടത് തിന്മയുടെയും വലത് നന്മയുടെയും പ്രതീകമായി ഇവിടെ കണക്കാക്കുന്നു. അതായത് പുത്രനായ ഈശോ മിശിഹാ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ മനുഷ്യരെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് നയിച്ചു എന്നതിൽ നിന്ന് വ്യക്തമാകുന്നു. പിന്നീട് കൈകൾ കൂപ്പി നാമത്തിൽ ആമേൻ എന്ന് ചൊല്ലുന്നു. ഏത് പ്രാർത്ഥന ചൊല്ലുമ്പോഴും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ചൊല്ലുമ്പോഴാണ് നാം അനുഗ്രഹം പ്രാപിക്കുന്നത്. നാം ദിവസം തോറും ചൊല്ലുന്ന കുരിശുവരയുടെ അർത്ഥവ്യാപ്തി ഇവിടെ കണ്ടുകഴിഞ്ഞു. പ്രാർത്ഥനകളുടെ അർത്ഥം മനസ്സിലാക്കി ഉരുവിടുവാനും അതുവഴി ക്രൂശിതനെ മഹത്വപ്പെടുത്തുവാനും ഏവർക്കും സാധിക്കട്ടെ. ആമേൻ.